ഹായ് ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സോപ്പ് ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോരുത്തരും എനിക്ക് തരുന്ന ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കിട്ടുന്ന ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടാൻ തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നമുക്കിന്നിവിടെ പുതിയൊരു സോപ്പ് ഉണ്ടാക്കിയാലോ? നമ്മൾ ഗോഡ് മിൽക്കിൽ പപ്പായ സോപ്പാണ് ചെയ്തിരിക്കുന്നത്. ഗോഡ് മിൽക്കിൽ പപ്പായ സോപ്പ്, നമുക്കൊരു പപ്പായ സോപ്പ് എത്ര നാൾ എക്സ്പയർ കിട്ടും എന്നൊക്കെ അറിയാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പപ്പായയുടെ പൗഡർ വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു 10 മാസം, അത് നമുക്ക് എക്സ്പയർ പറയാൻ ഒരു 10 മാസം പറഞ്ഞാൽ മതി. കാരണം 1 ഇയർ എക്സ്പയർഡ് ഉള്ള സോപ്പ് ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മാസമൊന്നും ഒരാൾ ഒരു സോപ്പ് വെച്ചിരിക്കത്തില്ല, പെട്ടെന്ന് എല്ലാവരും ഉപയോഗിച്ച് തീരും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, 10 മാസത്തെ എക്സ്പയർ ധൈര്യത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇത് പപ്പായയുടെ പൗഡർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് എന്ന് വെച്ചാൽ ഒരു 400 ഗ്രാം ഗോഡ് മിൽക്ക് ബേസ് എടുത്തിട്ടുണ്ട്. എപ്പോഴും കാണിക്കുന്ന പോലെ നിങ്ങളെ മെഷർമെൻറ്റ് കാണിച്ചിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കലുള്ളൂ. ഇനി നമുക്ക് ഒരു 400 ഗ്രാം സോപ്പ് ബേസിന് വേണ്ടിയിട്ട് എത്ര ജെല്ല് എടുക്കണമെന്നൊന്ന് നോക്കാം. ഒരു 50 ഗ്രാം അലോവേര ജെല്ലാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെഷർമെൻറ്റ് ഒന്ന് കറക്റ്റ് നോക്കാം. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല, കാരണം അധികം ആൾക്കാർക്ക് ഡൗട്ടാണ്. ഞാൻ ഇടുമ്പോൾ നിങ്ങളെല്ലാം ഫുള്ളായിട്ട് വീഡിയോ കാണാണ്ടാണ് നിങ്ങൾ ഈ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 50 ഗ്രാം അലോവേരയുടെ ഫ്രഷ് ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 50 ഗ്രാം അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതാണ് പപ്പായയുടെ പൗഡർ. അപ്പം പപ്പായ പൗഡർ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് പൗഡറുകൾ വാങ്ങുക. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കാണാം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളത്. ഞാൻ ഓൺലൈനല്ല വാങ്ങിയത്, ഓഫ്ലൈനാണ്, അതുകൊണ്ട് ലിങ്ക് ചോദിക്കേണ്ട. പിന്നെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒഴിക്കേണ്ടത്. ഒരു 3 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 50 ഗ്രാം അലോവേര ജെല്ലും 2 സ്പൂണ് പപ്പായ പൗഡറും 3 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇനി ഇത് മൂന്നും കൂടി തന്നെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ ഇതിനെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഉടഞ്ഞ് കിട്ടത്തുള്ളൂ. ജെല്ലും പൗഡറും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എടുക്കും. അത് നല്ലപോലെ നമ്മളിങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു ക്രീം പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. ഇനി നമ്മുടെ സോപ്പ് ബേസ് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമുക്ക് ഈ ഒരു അളന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്കിതിനെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇത് മെൽറ്റായി കിട്ടും. ഏകദേശം നമ്മുടെ വെള്ളം തിളച്ച് അതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മെൽറ്റായി കിട്ടും. നമ്മുടെ ഗ്ലിസറിൻ ബേസ് പോലെയല്ല, ഗോഡ് മിൽക്ക് ബേസ് പെട്ടെന്ന് തന്നെ ചൂട് തട്ടുമ്പോൾ തന്നെ അത് മെൽറ്റായി കിട്ടും. അതുപോലെ തന്നെ ഇത് കട്ടിയാവുന്ന കാര്യത്തിലും അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഗ്ലിസറിൻ ബേസിനെക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനെയും കൂടെ നല്ല രീതിയിൽ ഈ ബേസുമായിട്ട് കലർന്ന് വരുന്നത് വരെ നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഫ്രഷ് പപ്പായ ഒഴിക്കുമ്പോൾ ഉള്ള കളറിൻ്റെ അത്രയും നമുക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടത്തില്ല. ഞാനിവിടെ 2 സ്പൂണ് പപ്പായ പൗഡർ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് നോക്കാം എത്ര കളർ കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ പപ്പായയുടെ കുറച്ച് കളറും കൂടെ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പപ്പായയുടെ തന്നെ നമ്മുടെ കളറ് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ തന്നെ സോപ്പിൻ്റെ തന്നെ കളറ് വാങ്ങാൻ കിട്ടും. അത് വേണമെന്നുള്ളവർക്ക് കളറ് വേണമെങ്കിൽ കളർ ഇട്ടിച്ചു കൊടുക്കുക, ലിക്വിഡ് കളർ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു 2 സ്പൂണും കൂടെ പൗഡർ മെൽറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടി വരും. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ എടുത്തേക്കുന്നത് ആ ഒരു രീതിയിൽ അത് നല്ലപോലെ ഇളക്കി മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കളർ കിട്ടിയെന്ന് നോക്കാം. ഡാർക്കാണോ ലൈറ്റാണോ കളർ കിട്ടിയെന്നുള്ളത് നോക്കാം. ഏകദേശം നമുക്കിതാ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. വലിയ ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ എടുത്തോളൂ. ഇതിലും കളർ വേണമെന്നുള്ളവർക്ക് ഒരു 2-3 സ്പൂണ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു 5 സ്പൂണ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഇതിപ്പോൾ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തപ്പോൾ ഇത്രയും കളറാണ് കിട്ടിയത്. ഞാൻ ഈ 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് പൗഡർ വാങ്ങി ചെയ്യുന്ന സമയത്ത് 2-3 സ്പൂണ് കൂടെ അധികം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് റെഡിയായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച സോപ്പിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഇതാണ്ട് ഒരു 10-15 തുള്ളിയാണ് പപ്പായയുടെ
ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മണത്തിനനുസരിച്ചാണ് ഫ്രാഗ്രൻസ്. പൗഡറിന് മണമുണ്ട്, എന്നാലും നമുക്ക് ഈ സോപ്പിനകത്തേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ ആ മണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ നിർബന്ധമായിട്ട് ഒഴിച്ചിരിക്കണം. പപ്പായയുടെ ഗുണം കിട്ടാനാണ് എസൻഷ്യൽ ഓയിൽ ഒഴിക്കുന്നത്. ഇവിടെ നമ്മൾ എസൻഷ്യൽ അല്ല ഒഴിച്ചിരിക്കുന്നത്, ഫ്രാഗ്രൻസ് ഓയിലാണ്. നല്ല മണമുണ്ട് പപ്പായയുടെ. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 100 തൊട്ട് 125 ഗ്രാം വരെ അളവ് വരുന്ന മോൾഡാണ്. ഈ മോൾഡിലേക്കാണ് നമ്മൾ ഈ ഒരു സോപ്പ് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 400 ഗ്രാം എടുത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് 4 സോപ്പ് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ജ്യൂസൊക്കെയാണ് ഇതിലേക്ക് ഒഴിച്ച് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായാലും ഒരു 5 സോപ്പ് 5 അല്ലെ 5ഉം 50 ഗ്രാമിൻ്റെ ഒരു സോപ്പൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പം നമ്മൾ 400 ഗ്രാം തന്നെ എടുത്ത് അതിനകത്തേക്ക് ജെല്ല് ഉപയോഗിച്ചതായതുകൊണ്ട് കറക്റ്റ് 4 സോപ്പ് നമുക്ക് കിട്ടും. നമ്മൾ മോൾഡിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ സോപ്പ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോൾ ചെയ്താലും നമ്മുടെ സോപ്പിൻ്റെ സമയം പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റാവും. പക്ഷെ നമ്മൾ ആ മോൾഡിൽ നിന്ന് സോപ്പിനെ റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ കറക്റ്റ് 3 മണിക്കൂറിന് ശേഷം എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ സോപ്പിനൊരു കട്ടി കുറവ് പോലൊക്കെ തോന്നും. അതിൽ നല്ലത് കറക്റ്റ് ആ ടൈം അതിന് കൊടുക്കുക, സെറ്റാവാനുള്ള. അത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം, പിന്നെ അന്ന് തന്നെ ഉപയോഗിക്കാം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ന് തൊട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. സോപ്പ് സെറ്റായി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്ത് രസമല്ലേ, ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയത്. ഇതിലും കടും കളറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കടും കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പൗഡർ ഒരു 5 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പപ്പായയുടെ കളർ വാങ്ങാൻ കിട്ടും, ലിക്വിഡ് കളർ കിട്ടും. സോപ്പിന് ഉപയോഗിക്കുന്ന കളർ വാങ്ങി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. കഴിയതും കളറില്ലാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ കളർഫുള്ള് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ കളറില്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല നാച്ചുറലായിട്ടുള്ളൊരു സോപ്പ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കുറച്ചും കൂടി പുതിയ പുതിയ വീഡിയോകൾ കൊണ്ടുവരാനുള്ള ഒരു പ്രോത്സാഹനമാവും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെയൊക്കെ സന്തോഷം നിങ്ങൾ എന്നെ അറിയിക്കുന്നുണ്ട്. ഓർക്കുമ്പോൾ എനിക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇനിയും ഒരുപാട് ഓർഡറുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം വീഡിയോ മുടങ്ങാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രോഡക്റ്റുകൾ, സോപ്പ് ബേസ്, അതുപോലെ ഫ്രാഗ്രൻസ് ഓയിലുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളും കൂടെ ആശംസിക്കുകയാണ്. അഡ്വാൻസ് ഈദ് മുബാറക്ക് പറയുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.